കുറിച്ച് യെശയ്യാവ് എന്ന പ്രവാചകൻ തൻ്റെ പ്രവചന പുസ്തകത്തിൽ 49 15-16 വാക്യത്തിൽ യെശയ്യാവ് പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? ഈ ലോകത്തിൽ നാം കാണുന്ന ഏറ്റവും വലിയ പോരാളിയാണ് ഒരമ്മ എന്ന് പറയുന്നത്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. കഴുകൻ്റെ ശബ്ദം കേട്ടാൽ റാഞ്ചൽ പക്ഷിയുടെ ഒരു നിഴലെങ്കിലും ആ തള്ളപ്പക്ഷിക്ക്, കോഴിക്ക് ലഭിച്ചാൽ അതൊരിക്കലും ആ കുഞ്ഞുങ്ങളെ പിന്നെ ആ സേഫ് സോണിൽ നിന്ന് വിട്ടുകൊടുക്കുകയില്ല. തൻ്റെ ചിറകിനോട്, തൻ്റെ തൂവലിനോട് ചേർത്ത് പിടിക്കും. മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും മനുഷ്യനാണെങ്കിലും അമ്മയെപ്പോലെ വലിയൊരു പോരാളി ഈ ലോകത്തിലില്ല. കുഞ്ഞുങ്ങളെ വളർത്താൻ, അവരെ പുലർത്താൻ, അവരെ നടത്താൻ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്നേഹം അമ്മയുടെ സ്നേഹമാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, പെറ്റ അമ്മ നിങ്ങളെ മറന്നാലും ആ സ്നേഹം പോലും ഒരിക്കലും ചതിക്കാത്ത, ഒരിക്കലും വഞ്ചിക്കാത്ത, ഒരിക്കലും മറക്കാത്ത ആ സ്നേഹം പോലും നിങ്ങളെ മറന്നാലും വഞ്ചിച്ചാലും ഞാൻ നിങ്ങളെ കൈവിടത്തില്ല, ഞാൻ നിങ്ങളെ മറക്കത്തില്ല. എത്ര വലിയ ഒരു വാഗ്ദത്തമാണിത്! എത്ര വലിയൊരു സുരക്ഷിത സ്ഥാനമാണ് ദൈവം എന്ന് പറയുന്നത്. അമ്മയെക്കായാലും സുരക്ഷിതമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. അമ്മയെക്കായാലും ഈ ലോകത്തിൽ നമ്മളെ ചതിക്കാത്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ അമ്മ. അതിനേക്കായാലും സുരക്ഷിതമാണ് കർത്താവിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ആ കർത്താവിൽ ആശ്രയിക്കുവാൻ തയ്യാറാകണം. ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾ എനിക്കെതിരെ പറയുമ്പോൾ, ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ എനിക്കെതിരെ ചുമത്തുമ്പോൾ, ലോകം മുഴുവൻ എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഒരമ്മ ഒരു കുഞ്ഞിനെ മാറോട് അണയ്ക്കുന്നത് പോലെ അതിനപ്പുറമായി കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് സ്വർഗം നിങ്ങളെ നിറയ്ക്കുവാനിടയാകും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിന്നെ എൻ്റെ ഉള്ളം കരങ്ങളിൽ ഞാൻ വരച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉള്ളം കരങ്ങളിൽ അവൻ നിങ്ങളെ വരച്ചിരിക്കുന്നു, അവൻ നിങ്ങളെ വഹിച്ചിരിക്കുന്നു. ഈ ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞാലും, ഈ ലോകം മുഴുവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ഒരിക്കലും കർത്താവ് നിങ്ങളെ തള്ളിക്കളയുന്നില്ല. ഒരിക്കലും അവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നില്ല. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമ്പോൾ, ജീവിതത്തിൽ എവിടെയൊക്കെയോ ഒറ്റപ്പെട്ട് നിന്ന് കരയുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുകയാണ്. റിജക്ഷൻ്റെ പെയിൻ ഭയങ്കരമാണ്. റിജക്ഷനുകൾ അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. തിരസ്കരണങ്ങൾ, ഏറ്റവും ശക്തമായ തിരസ്കരണം അനുഭവിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും അവൻ ത്യജിക്കപ്പെട്ടും അവൻ വ്യസനപാത്രമായിരുന്നു എന്ന് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 53-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അതുകൊണ്ട് ആ തിരസ്കരണത്തിൻ്റെ, തള്ളപ്പെടലിൻ്റെ വേദനയുടെ ആഴങ്ങൾ എന്തെന്ന് യേശു കർത്താവിന് നന്നായിട്ട് അറിയാം. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തിരസ്കരണങ്ങൾ അനുഭവിച്ചുകൊണ്ട്, തള്ളപ്പെടലുകൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കാണുന്നുവെങ്കിൽ, കേൾക്കുന്നുവെങ്കിൽ, കർത്താവ് ഇന്ന് ഈ പാട്ടിലൂടെ, ഈ വചനത്തിലൂടെ നിങ്ങളോട് അറിയിക്കുന്നു, പെറ്റമ്മ മറന്നാലും കർത്താവ് നിങ്ങളെ മറക്കില്ല, മാറത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. ഒരു കോഴി ആ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ഒളിപ്പിച്ചു വെച്ചാൽ അത് മാറത്തില്ല. പ്രിയപ്പെട്ടവരെ, കഴുകൻ വന്ന് എത്ര വട്ടമിട്ട് പറന്നാലും, എത്ര ചിറകടിച്ചാലും, എത്ര കാര്യങ്ങൾ ആ ജന്തുവോ പക്ഷിയോ കഴുകനോ പാമ്പോ അവിടെ കാണിച്ചാലും, ആ അമ്മ മരിക്കുന്നത് വരെ, ആ കോഴി ചാകുന്നത് വരെ ഒരിക്കലും ആ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ നിന്ന് വിട്ടുകൊടുക്കാത്തതുപോലെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ 6:37, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഒരിക്കലും അവനെ എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കുവാൻ കഴിയത്തില്ല എന്ന് കർത്താവ് പറയുമ്പോൾ, ആ സുരക്ഷിത സ്ഥാനത്ത്, ആ സെക്യൂർ പ്ലേസിൽ സ്വർഗം നിങ്ങളെ മറയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അറിയിക്കുകയാണ്, പെറ്റ അമ്മ മറന്നാലും ഭവനാന്തരീക്ഷത്തിൽ, ഇപ്പോൾ ആയിരിക്കുന്ന കുടുംബാന്തരീക്ഷത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തിത്വത്തോട്, സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് വ്യക്തിപരമായി ആക്ഷേപത്തിൻ്റെ കൂരമ്പുകൾ ഏറ്റുകൊണ്ട് ഹൃദയം തകർന്നിരിക്കുന്ന ആ വ്യക്തിത്വത്തോട് കർത്താവ് പറയുന്നു, പെറ്റ അമ്മ നിന്നെ മറന്നാലും
സമൂഹം നിന്നെ ത്യജിച്ചാലും, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്നെ ചുമന്ന ആ ഉദരം പോലും നിന്നെ മനസ്സിലാക്കാതെ പോകുമ്പോഴും നിന്നെ മനസ്സിലാക്കുന്ന യേശു കർത്താവ്, നിന്നെ മറക്കാത്ത കർത്താവ് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്നെ ചേർത്ത് പിടിക്കുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. നിന്റെ പ്രിയരെല്ലാം നിന്നെ വെറുത്താലും കർത്താവ് നിന്നെ വെറുക്കുന്നില്ല. നിന്നെ വെറുത്തവരുടെ നടുവിൽ യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ യേശു നിന്നെ അംഗീകരിക്കുന്നു. നിന്നെ തിരസ്കരിച്ചവരുടെ നടുവിൽ രണ്ട് കരങ്ങളും നീട്ടി ഇന്ന് കർത്താവ് നിന്നെ ചേർത്ത് നെഞ്ചോട് ആ ചൂട് കർത്താവ് നൽകിക്കൊണ്ട് ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുക പ്രിയപ്പെട്ടവരെ.